Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ജെനി. എൻ്റെ പേര് ജെനി എന്നാണ്. ഐ ആം 20 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 20 വയസ്സായിട്ടുണ്ട്. ഐ ലിവ്. ഞാൻ ജീവിക്കുന്നത് വിത്ത് മൈ ഫാദർ, മൈ സ്റ്റെപ്പ് മദർ. സ്റ്റെപ്പ് മദർ എന്നാൽ രണ്ടാനമ്മ. എൻ്റെ രണ്ടാനമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ആൻഡ് മൈ സ്റ്റെപ്പ് സിസ്റ്റർ. സ്റ്റെപ്പ് സിസ്റ്റർ എന്നാൽ രണ്ടാനച്ഛൻ്റെയോ അല്ലെങ്കിൽ രണ്ടാനമ്മയുടെയോ ബന്ധത്തിലുള്ള മകൾ. എൻ്റെ അച്ഛൻ്റെയും എൻ്റെ രണ്ടാനമ്മയുടെയും എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററുടെയും കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അവളുടെ പേര് അന എന്നാണ്. മൈ മദർ. എൻ്റെ അമ്മ പാസ്ഡ് അവേ. മരിച്ചുപോയി. വെൻ. ആ സമയത്ത്. വെൻ ഐ വാസ് വെരി യങ്. എനിക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. പാസ് അവേ എന്നാൽ മരിച്ചു പോകുക, അതിൻ്റെ പാസ്റ്റാണ്. പാസ്ഡ് അവേ, മരിച്ചുപോയി. മൈ ഫാദർ ലവ്ഡ് മീ. എൻ്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു. ബട്ട് എന്നാൽ. വെൻ ഹി മാരീഡ് അഗെയിൻ. എന്നാൽ അദ്ദേഹം വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ എവറിത്തിങ് ചേഞ്ച്ഡ്. എല്ലാം മാറി മറിഞ്ഞു. മൈ സ്റ്റെപ്പ് മദർ. എൻ്റെ രണ്ടാനമ്മ ഡസ് നോട്ട് ലൈക്ക് മീ. എൻ്റെ രണ്ടാനമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല. ഷീ ലവ്സ് അന വെരി മച്ച്. അവൾ രണ്ടാനമ്മ അനയെ വളരെ ഇഷ്ടപ്പെടുന്നു, വളരെയധികം അനയെ സ്നേഹിക്കുന്നു. അന ഈസ് ലേസി. ലേസി എന്നാൽ മടിയുള്ള. അന മടിയുള്ളവളാണ്. ഷീ ഡസ് നോട്ട് ഹെൽപ്പ്. അവൾ സഹായിക്കാറില്ല. ഇൻ ദ ഹൗസ്. വീട്ടിലെ ജോലികൾ ചെയ്യാൻ അവൾ സഹായിക്കാറില്ല. ഷീ സ്പെൻഡ്സ് ഹെർ ടൈം പ്ലേയിങ് ഗെയിംസ്, ടോക്കിംഗ് ടു ഫ്രണ്ട്സ് ഓർ ഷോപ്പിംഗ് ഓൺലൈൻ. ഷീ സ്പെൻഡ്സ് ഹെർ ടൈം. അവൾ അവളുടെ സമയം ചിലവഴിക്കാറ് പ്ലേയിങ് ഗെയിംസ്, ഗെയിമുകൾ കളിച്ചുകൊണ്ടും, ടോക്കിംഗ് ടു ഫ്രണ്ട്സ്, സുഹൃത്തുക്കളോട് സംസാരിച്ചുകൊണ്ടും, ഓർ അല്ലെങ്കിൽ ഷോപ്പിംഗ് ഓൺലൈൻ, ഓൺലൈനിലൂടെ വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ടുമാണ് അവൾ. ഇങ്ങനെയൊക്കെയാണ് അവൾ സമയം ചിലവഴിക്കാറ്. വീട്ടിലെ ജോലികളിൽ അവൾ സഹായിക്കാറില്ല. അവൾ മടിയുള്ളവളാണ്. ബട്ട് പക്ഷേ. മൈ സ്റ്റെപ്പ് മദർ. എൻ്റെ രണ്ടാനമ്മ ഗിവ്സ് ഹെർ. അവൾക്ക് നൽകുന്നു ന്യൂ ക്ലോത്ത്സ്. പുതിയ വസ്ത്രങ്ങൾ. ജ്വല്ലറി. ആഭരണങ്ങൾ. ആൻഡ് ദ ബെസ്റ്റ് ഫുഡ്. ഏറ്റവും നല്ല ഭക്ഷണം, അതുപോലെ ആഭരണങ്ങൾ, ഇങ്ങനെയുള്ള വസ്തുക്കൾ, അതുപോലെ പുതിയ വസ്ത്രങ്ങൾ, ഇതൊക്കെ എൻ്റെ രണ്ടാനമ്മ അവൾക്ക്, അനയ്ക്ക് നൽകുന്നു. ഐ ഓൺ ദി അതർ ഹാൻഡ്. എന്നാൽ നേരെ മറിച്ച് ഞാൻ. ഡു ഓൾ ദ വർക്ക്. എന്നാൽ ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നു. ഐ ക്ലീൻ ദ ഹൗസ്. ഞാൻ വീട് വൃത്തിയാക്കുന്നു. കുക്ക്. പാചകം ചെയ്യുന്നു. വാഷ് ക്ലോത്ത്സ്. വസ്ത്രങ്ങൾ അലക്കുന്നു. ആൻഡ് ഗോ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് പോകുന്നു. ഈ ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നു. ഐ ക്യാരി. ഞാൻ ചുമക്കുന്നു. ഐ ക്യാരി ഹെവി ബാഗ്സ്. ഭാരമുള്ള ബാഗുകൾ, സഞ്ചികൾ ഞാൻ ചുമക്കുന്നു. ബാഗ്സ് ഓഫ് ഗ്രോസറീസ് ആൻഡ് വാട്ടർ ഫോർ ദ ഹൗസ്. ഗ്രോസറീസ് എന്നാൽ പലചരക്ക് വസ്തുക്കൾ. പലചരക്ക് വസ്തുക്കളുടെ ഭാരമുള്ള ബാഗുകൾ ഞാൻ ചുമക്കുന്നു. വീട്ടിലേക്ക് ഞാൻ വെള്ളം കൊണ്ടുവരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്യുന്നു. ഐ ആം ഓൾവേസ് ടയേർഡ്. എനിക്ക് എപ്പോഴും ക്ഷീണമാണ്. ബട്ട് എന്നാൽ. ഐ ഡു നോട്ട് കംപ്ലെയിൻ. കംപ്ലെയിൻ എന്നാൽ പരാതിപ്പെടുക. എന്നാൽ ഞാൻ പരാതിപ്പെടാറില്ല. മൈ സ്റ്റെപ്പ് മദർ. എൻ്റെ രണ്ടാനമ്മ നെവർ താങ്ക്സ് മീ. എൻ്റെ രണ്ടാനമ്മ ഒരിക്കലും എന്നോട് നന്ദി പറയാറില്ല. സംടൈംസ്. ചില സമയങ്ങളിൽ. ഐ ഫീൽ ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്നാൽ അദൃശ്യമായ, ആരും ശ്രദ്ധിക്കാത്ത, ഇതൊക്കെയാണ് അർത്ഥം. ചില സമയങ്ങളിൽ ഞാൻ ആരും ശ്രദ്ധിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് അദൃശ്യനായ ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കാണുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഐ ടേൺഡ് 18. എനിക്ക് 18 വയസ്സായ സമയത്ത്. മൈ സ്റ്റെപ്പ് മദർ. എൻ്റെ രണ്ടാനമ്മ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. സംസാരിക്കാൻ തുടങ്ങി. എബൌട്ട് ഫൈൻഡിങ്. കണ്ടെത്തുന്നതിനെക്കുറിച്ച്. എ ബോയ് ഫ്രണ്ട് ഫോർ അന. അനക്ക് വേണ്ടിയിട്ട് ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ രണ്ടാനമ്മ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് 18 വയസ്സ് ആയ സമയത്ത്. അന ഈസ് ഗ്രോൺ അപ്പ് നൗ. അവൾ ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഷീ സെഡ്. അവൾ പറഞ്ഞു, രണ്ടാനമ്മ പറഞ്ഞു. ഷീ മസ്റ്റ് മീറ്റ് നൈസ് ബോയ്സ്. ഷീ മസ്റ്റ് മീറ്റ്. അവൾ തീർച്ചയായും കണ്ടുമുട്ടണം. നൈസ് ബോയ്സ്. നല്ല
ആൺകുട്ടികൾ അവൾ തീർച്ചയായും കണ്ടുമുട്ടണം. ഇവിടെ മസ്റ്റ് മീറ്റ് എന്നതിന് പരിചയപ്പെടണം അല്ലെങ്കിൽ കണ്ടുമുട്ടണം എന്നൊക്കെയാണ് അർത്ഥം. വെയർ യുവർ ബെസ്റ്റ് ഡ്രസ്, നിൻ്റെ നല്ല വസ്ത്രം ധരിക്കുക. വെയർ എന്നാൽ ധരിക്കുക. യുവർ ബെസ്റ്റ് ഡ്രസ്, നിൻ്റെ നല്ല വസ്ത്രം ധരിക്കുക. ആൻഡ് ഗോ ടു ദ സ്കൂൾ, എന്നിട്ട് സ്കൂളിലേക്ക് പോകുക. നിൻ്റെ നല്ല വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് പോകുക. ഗോ ടു ദ സ്കൂൾ ഫെയർ. ഫെയർ എന്നാൽ മേള എന്നുള്ള അർത്ഥം. ഉത്സവം. സ്കൂൾ ഫെയർ, സ്കൂളിലെ ഉത്സവം. നിൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സ്കൂൾ മേളയ്ക്ക് പോകൂ. ദ ബോയ്സ് വിൽ നോട്ടീസ് യു. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. ആൺകുട്ടികൾ നിന്നെ ശ്രദ്ധിക്കും. ആൻഡ് വി വിൽ ചൂസ് എ ഗുഡ് വൺ ഫോർ യു. ചൂസ് എന്നാൽ തിരഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥമാണ്. സ്വീകരിക്കുക. നല്ല ഒരു വ്യക്തിയെ, നല്ല ഒരു ആൺകുട്ടിയെ ഞങ്ങൾ നിനക്ക് വേണ്ടി തിരഞ്ഞെടുക്കും. ഐ ഫെൽറ്റ് നെർവസ്, എനിക്ക് ഭയം തോന്നി. മൈ ഫാദർ ഹേർഡ് ഹെർ. മൈ ഫാദർ ഹേർഡ് ഹെർ, എൻ്റെ അച്ഛൻ അവളെ കേട്ടു. രണ്ടാനമ്മ പറയുന്നത് എൻ്റെ അച്ഛൻ കേട്ടു. എനിക്ക് ഭയം തോന്നി. ഐ ഫെൽറ്റ് നെർവസ്, എനിക്ക് ഭയം തോന്നി. രണ്ടാനമ്മ പറയുന്നത് ഇത് അനയോടാണ്. ഇത് കേട്ടപ്പോൾ ജെനിക്ക് ഭയം തോന്നി. ഹീ സെഡ്, അദ്ദേഹം, അച്ഛൻ പറഞ്ഞു, ജെനി യു ക്യാൻ ഗോ ടു, നിനക്കും പോകാം. മേ ബി, ഒരു പക്ഷേ. സംവൺ വിൽ ലൈക്ക് ആസ് വെൽ. ആസ് വെൽ എന്നാൽ ഇവിടെ നിന്നെയും എന്നുള്ള അർത്ഥം. ആരെങ്കിലും നിന്നെയും ഇഷ്ടപ്പെടും. ആരെങ്കിലും നിന്നെയും ഇഷ്ടപ്പെട്ടേക്കാം. ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം, അതാണ്. മേ ബി സംവൺ വിൽ ലൈക്ക് യു ആസ് വെൽ. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. മൈ സ്റ്റെപ്പ് മദർ, ഐ ആസ്ക്ഡ് മൈ സ്റ്റെപ്പ് മദർ, ഞാൻ എൻ്റെ രണ്ടാനമ്മയോട് ചോദിച്ചു. ക്യാൻ ഐ വെയർ, ഞാൻ ധരിച്ചോട്ടെ. എ ന്യൂ ഡ്രസ്, ഞാൻ ഒരു പുതിയ വസ്ത്രം ധരിച്ചോട്ടെ എന്ന് ഞാൻ എൻ്റെ രണ്ടാനമ്മയോട് ചോദിച്ചു. മൈ ഓൾഡ് വൺ ഈസ് ഡേർട്ടി ആൻഡ് സ്മോൾ, എൻ്റെ പഴയ വസ്ത്രം ചെറുതും വൃത്തികെട്ടതുമാണ്, മലിനമായതുമാണ്. ഞാൻ ഒരു പുതിയ വസ്ത്രം ധരിച്ചോട്ടെ, ഞാൻ എൻ്റെ രണ്ടാനമ്മയോട് ചോദിച്ചു. ഷീ ലാഫ്ഡ്, അവൾ ചിരിച്ചു. രണ്ടാനമ്മ ചിരിച്ചു. എ ന്യൂ ഡ്രസ്, ഒരു പുതിയ വസ്ത്രമോ? നോ, നോ ജെനി, വേണ്ട. യു ഹാവ് ഓൾഡ് ക്ലോത്ത്സ്, നിനക്ക് പഴയ വസ്ത്രങ്ങൾ ഉണ്ട്. യു ഹാവ്, നിനക്കുണ്ട്. ഓൾഡ് ക്ലോത്ത്സ്, നിനക്ക് പഴയ വസ്ത്രങ്ങൾ ഉണ്ട്. വെയർ ദാറ്റ് ആൻഡ് ഗോ, വെയർ ദാറ്റ്, അത് ധരിക്കുക. ആൻഡ് ഗോ, പോകുക. വെയർ ദാറ്റ് ആൻഡ് ഗോ, അത് ധരിച്ച് പോകൂ. യുവർ സിസ്റ്റർ ഈസ് വെയിറ്റിംഗ്, നിൻ്റെ സഹോദരി കാത്തിരിക്കുന്നുണ്ട്. അറ്റ് ദ ഫെയർ അന വോർ എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഡ്രസ് ആൻഡ് ഗോൾഡ് നെക്ലസ്. നെക്ലസ് എന്നാൽ കണ്ടാഭരണം എന്നുള്ള അർത്ഥമാണ്. അറ്റ് ദ ഫെയർ, മേളയിൽ, സ്കൂളിലെ മേളയിൽ. അന വോർ, അന ധരിച്ചു. എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഡ്രസ് ആൻഡ് എ ഗോൾഡ് നെക്ലസ്. മേളയിൽ അന മനോഹരമായ വെള്ള വസ്ത്രവും സ്വർണ്ണമാലയും ധരിച്ചു. കണ്ടാഭരണവും ധരിച്ചു. വെയർ എന്നാൽ ധരിക്കുക. വോർ എന്നാൽ ധരിച്ചു. ഐ വോർ മൈ ഓൾഡ് ഫെയ്ഡഡ് ഡ്രസ്. ഫെയ്ഡഡ് എന്നാൽ മങ്ങിയ എന്നുള്ള അർത്ഥമാണ്. നിറം മങ്ങിയ. ഐ വോർ, ഞാൻ ധരിച്ചു. മൈ ഓൾഡ് ഫെയ്ഡഡ് ഡ്രസ്, എൻ്റെ പഴയ നിറം മങ്ങിയ വസ്ത്രം ഞാൻ ധരിച്ചു. മൈ ഹാർട്ട് സാങ്, ഇതിനർത്ഥം എൻ്റെ മനസ്സ് തകർന്നു പോയി, എനിക്ക് വലിയ നിരാശ തോന്നി. ഇതൊക്കെയാണ് അർത്ഥം. മൈ ഹാർട്ട് സാങ്. നോ വൺ വിൽ നോട്ടീസ് മീ, എന്നെ ആരും ശ്രദ്ധിക്കുകയില്ല. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. നോ വൺ വിൽ നോട്ടീസ് മീ, എന്നെ ആരും ശ്രദ്ധിക്കുകയില്ല. ഐ തോട്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഐ വോക്ഡ്, ഞാൻ നടന്നു. ഐ വോക്ഡ് ബിഹൈൻഡ് ഹെർ. ബിഹൈൻഡ് എന്നാൽ പിറകെ. ഞാൻ അവളുടെ പിറകെ നടന്നു. ബിഹൈൻഡ് ഹെർ എന്നാൽ അവളുടെ പിറകെ, അവളുടെ പിന്നാലെ. ക്വയറ്റ്ലി, നിശബ്ദമായിക്കൊണ്ട്. നിശബ്ദമായിക്കൊണ്ട് ഞാൻ അവളുടെ പിറകെ നടന്നു. ബട്ട് ദെൻ, എന്നാൽ പിന്നീട്. ഐ സോ, ഞാൻ കണ്ടു. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. എ യങ് മാൻ, ഒരു യുവാവ്. എ യങ് മാൻ വിത്ത് എ ഫ്രണ്ട്ലി സ്മൈൽ. ഫ്രണ്ട്ലി എന്നാൽ സ്നേഹമുള്ള, സൗഹാർദ്ദപരമായ, ഇതൊക്കെയാണ് അർത്ഥം. സൗഹൃദമായ. വിത്ത് എ ഫ്രണ്ട്ലി സ്മൈൽ, സൗഹൃദപരമായ പുഞ്ചിരി. സൗഹൃദപരമായ പുഞ്ചിരിയുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടു. ഹീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്, അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹലോ, വാട്ട്സ് യുവർ നെയിം, നിൻ്റെ പേരെന്താണ്? അദ്ദേഹം എന്നോട് ചോദിച്ചു. ഐ ഫെൽറ്റ് സർപ്രൈസ്ഡ്, എനിക്ക് ആശ്ചര്യം തോന്നി. ജെനി, ഐ സെഡ് ക്വയറ്റ്ലി, ഞാൻ പറഞ്ഞു. ജെനി, എൻ്റെ പേര് ജെനി എന്നാണ്. ഐ സെഡ് ക്വയറ്റ്ലി, നിശബ്ദമായിക്കൊണ്ട്, സൗമ്യമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. യു ആർ വെരി കൈൻഡ്. കൈൻഡ് എന്നാൽ നല്ല മനസ്സുള്ള, ദയയുള്ള, അതൊക്കെയാണ് അർത്ഥം. നീ വളരെ ദയയുള്ള ഒരു വ്യക്തിയാണ്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ദ വേ യു ഹെൽപ്പ് എവ്രി വൺ. നീ എല്ലാവരെയും സഹായിക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടമാണ്.
മൈ സിസ്റ്റർ ഫ്രോണ്ട് ആൻഡ് സെഡ്. ഫ്രോൺ എന്നാൽ നെറ്റി ചുളിക്കുക എന്നുള്ള അർത്ഥമാണ്. എൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു, വി മസ്റ്റ് ഗോ നൗ. നമ്മൾ ഇപ്പോൾ തീർച്ചയായും പോകണം. വി മസ്റ്റ് ഗോ. നമ്മൾ തീർച്ചയായും പോകണം. നൗ ഇപ്പോൾ. മദർ ഈസ് വെയിറ്റിംഗ്. അമ്മ കാത്തിരിക്കുന്നുണ്ട്. ഷീ പുൾഡ് മീ അവേ. അവൾ എന്നെ വലിച്ചു കൊണ്ടുപോയി. അവനിൽ നിന്നും അവൾ എന്നെ വലിച്ചു കൊണ്ടുപോയി, എന്നെ അകറ്റി. ബട്ട് എന്നാൽ ദ യങ് മാൻ, ആ യുവാവ്, സ്മൈൽഡ് അറ്റ് മീ, എന്നെ നോക്കി പുഞ്ചിരിച്ചു. അഗെയിൻ, വീണ്ടും ആ യുവാവ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. ബിഫോർ ലീവിങ്, അവിടെ നിന്നും പോകുന്നതിന് മുമ്പായിട്ട് ആ യുവാവ് വീണ്ടും എന്നെ നോക്കി പുഞ്ചിരിച്ചു. ദ നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച, മൈ സ്റ്റെപ്പ് മദർ ഹാഡ് എ പ്ലാൻ. എൻ്റെ രണ്ടാനമ്മക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന, വെയർ, ധരിക്കുക. വെയർ ജെനീസ് ഓൾഡ് ഡ്രസ്. ജെനിയുടെ പഴയ വസ്ത്രം ധരിക്കുക. രണ്ടാനമ്മ അനയോട് പറഞ്ഞു. ജെനി വിൽ വെയർ. ജെനി ധരിക്കും യുവർ ബ്യൂട്ടിഫുൾ ഡ്രസ്. നിന്റെ മനോഹരമായ വസ്ത്രം ജെനി ധരിക്കും. ഷീ സെഡ്. രണ്ടാനമ്മ പറഞ്ഞു. ഐ ഫെൽറ്റ് നെർവസ്. എനിക്ക് ഭയം തോന്നി. വിൽ ദിസ് വർക്ക്. ഇത് സംഭവിക്കുമോ? ഐ തോട്ട്. ഞാൻ മനസ്സിൽ വിചാരിച്ചു. ബട്ട് എന്നാൽ ഐ ഹാഡ് നോ ചോയ്സ്. എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. വി വെൻറ്റ് ടു ദ ഫെയർ അഗെയിൻ. സ്കൂളിലെ മേളയിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി. വി വെൻറ്റ്, ഞങ്ങൾ പോയി. ടു ദ ഫെയർ അഗെയിൻ. ആ സ്കൂളിലെ മേളയിലേക്ക് ഞങ്ങൾ വീണ്ടും പോയി. ദിസ് ടൈം, ഈ സമയത്ത്, ഐ വോർ, ഞാൻ ധരിച്ചിരുന്നത് അനാസ് ബ്യൂട്ടിഫുൾ ഡ്രസ്. അനയുടെ മനോഹരമായ വസ്ത്രമായിരുന്നു ഞാൻ ഈ സമയത്ത് ധരിച്ചിരുന്നത്. ഐ പുട്ട് ഓൺ ദ നെക്ലസ് ടു. പുട്ട് ഓൺ എന്നാൽ ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ പുട്ട് ഓൺ ദ നെക്ലസ് ടു. ഈ സമയത്ത് അനയുടെ കണ്ടാഭരണവും ഞാൻ ധരിച്ചിരുന്നു. വെൻ വി അറൈവ്ഡ്, ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത്, മേളയ്ക്ക് ഞങ്ങൾ എത്തിയ സമയത്ത്, എവ്രി വൺ നോട്ടീസ്ഡ് മീ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. എവ്രി വൺ എന്നാൽ എല്ലാവരും, നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു, മീ എന്നാൽ എന്നെ. എവ്രി വൺ നോട്ടീസ്ഡ് മീ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. പീപ്പിൾ സ്മൈൽഡ്, ആളുകൾ പുഞ്ചിരിച്ചു. ആൻഡ് സം വിസ്പേർഡ്, ചില ആളുകൾ പതുക്കെ പറഞ്ഞു. വിസ്പർ എന്നാൽ മന്ത്രിക്കുക അല്ലെങ്കിൽ പതുക്കെ പറയുക, അതൊക്കെയാണ് അർത്ഥം. വിസ്പേർഡ്, പതുക്കെ പറഞ്ഞു. ഹു ഈസ് ഷീ, അവൾ ആരാണ്? ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, അവൾ വളരെ സുന്ദരിയായിരിക്കുന്നു. അവളെ കണ്ടിട്ട് വളരെ സുന്ദരിയായി തോന്നുന്നു. അവൾ ആരാണ്? ദ യങ് മാൻ കെയിം ടു മീ. ആ യുവാവ്, മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന യുവാവ്, കെയിം ടു മീ, എൻ്റെ അടുത്തേക്ക് വന്നു. ദ യങ് മാൻ കെയിം ടു മീ. യു ആർ അമേസിങ്, നീ വളരെ മികച്ച ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്ഭുതകരമായ വ്യക്തിയാണ്, ഇതൊക്കെയാണ് അർത്ഥം. യു ആർ അമേസിങ്. ഹീ സെഡ്, അദ്ദേഹം പറഞ്ഞു, അവൻ പറഞ്ഞു. ഐ വാണ്ട് ടു മീറ്റ് യുവർ ഫാമിലി. ഐ വാണ്ട് ടു മീറ്റ്, എനിക്ക് കാണണം, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. മീറ്റ് എന്നാൽ കണ്ടുമുട്ടുക. യുവർ ഫാമിലി, നിന്റെ കുടുംബത്തെ, നിന്റെ കുടുംബാംഗങ്ങളെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാൻ ഐ വിസിറ്റ് യുവർ ഹോം, ഞാൻ നിന്റെ വീട് സന്ദർശിച്ചോട്ടെ. എൻ്റെ സ്റ്റെപ്പ് സഹോദരി ദേഷ്യത്തിലായിരുന്നു. എൻ്റെ രണ്ടാനമ്മയുടെ മകൾ ദേഷ്യത്തിലായിരുന്നു. ഷീ സെഡ് നത്തിങ്, അവൾ ഒന്നും പറഞ്ഞില്ല. നത്തിങ് എന്നാൽ ഒന്നുമില്ല. ഷീ സെഡ് നത്തിങ്, അവൾ ഒന്നും പറഞ്ഞില്ല. ബട്ട് പക്ഷേ, ഐ കുഡ് സീ, എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഐ കുഡ് സീ, സീ എന്നാൽ കാണുക. ഐ കുഡ് എന്നാൽ എനിക്ക് സാധിക്കുമായിരുന്നു, എനിക്ക് സാധിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ഐ കുഡ് സീ ഹർ ജലസി. ജലസി എന്നാൽ അസൂയ എന്നുള്ള അർത്ഥമാണ്, കുശുമ്പ്. അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ അവളുടെ അസൂയ, അവളുടെ കുശുമ്പ് എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. മൈ സ്റ്റെപ്പ് മദർ ലുക്ക്ഡ് അൺഹാപ്പി ടു. അൺഹാപ്പി എന്നാൽ സന്തോഷമില്ലാത്ത, അസന്തുഷ്ടമായ. ടു എന്നതിന് രണ്ടാനമ്മയും എന്നുള്ള അർത്ഥമാണ്. എൻ്റെ രണ്ടാനമ്മയും സന്തോഷമില്ലാത്തതായി തോന്നി. രണ്ടാനമ്മയെയും സന്തോഷമില്ലാത്തവളായി കാണപ്പെട്ടു. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ലേറ്റർ എന്നാൽ ശേഷം. എ ഫ്യൂ ഡേയ്സ് എന്നാൽ കുറച്ച് ദിവസങ്ങൾ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. മൈ സ്റ്റെപ്പ് മദർ, എൻ്റെ രണ്ടാനമ്മ, ആസ്ക്ഡ് മീ, എന്നോട് ആവശ്യപ്പെട്ടു. ഇവിടെ ആസ്ക് എന്നതിന് ആവശ്യപ്പെടുക എന്നുള്ള അർത്ഥം. സ്റ്റെപ്പ് മദർ ആസ്ക്ഡ്. സ്റ്റെപ്പ് മദർ ആസ്ക്ഡ് മീ, രണ്ടാനമ്മ എന്നോട് ആവശ്യപ്പെട്ടു. ടു ഗോ ടു ദ പാർക്ക്, ടു കളക്ട് ഫ്ലവേഴ്സ് ഫോർ ഡെക്കറേഷൻ. ഡെക്കറേഷൻ എന്നാൽ അലങ്കരിക്കൽ, ഫ്ലവേഴ്സ് എന്നാൽ പുഷ്പങ്ങൾ, കളക്ട് എന്നാൽ ശേഖരിക്കുക. ഫോർ ഡെക്കറേഷൻ എന്നാൽ അലങ്കാരത്തിന് വേണ്ടി, കളക്ട് ഫ്ലവേഴ്സ് എന്നാൽ പൂക്കൾ ശേഖരിക്കുക.
ആസ്ക്ഡ് മീ ടു ഗോ എന്നാൽ എന്നോട് പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു, ഇതൊക്കെയാണ് അർത്ഥം. അലങ്കാരത്തിനായി പൂക്കൾ ശേഖരിക്കാൻ പാർക്കിൽ പോകാൻ എൻ്റെ രണ്ടാനമ്മ എന്നോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു. ഐ ഫെൽറ്റ് എ ലിറ്റിൽ അഫ്രൈഡ്. എനിക്ക് കുറച്ച് ഭയം തോന്നി, എനിക്ക് തെല്ല് ഭയം തോന്നി. ബട്ട് ഐ വെൻറ്റ്. എങ്കിലും ഞാൻ പോയി. ഐ വെൻറ്റ് എന്നാൽ ഞാൻ പോയി. വൈൽ വാക്കിംഗ്. നടക്കുന്നതിനിടയിൽ. വൈൽ എന്നാൽ അതിനിടയിൽ. വൈൽ വാക്കിംഗ് നടക്കുന്നതിനിടയിൽ. ഐ സ്ലിപ്ഡ്. സ്ലിപ്പ് എന്നാൽ തെന്നി വീഴുക. ഐ സ്ലിപ്ഡ് ഞാൻ തെന്നി വീണു. ഓൺ വെറ്റ് ഗ്രാസ്. വെറ്റ് എന്നാൽ നനഞ്ഞ എന്നുള്ള അർത്ഥം. വെറ്റ് ഗ്രാസ് നനഞ്ഞ പുല്ല്. നനഞ്ഞ പുല്ലിൽ ഞാൻ തെന്നി വീണു. ആൻഡ് ഹേർട്ട് മൈ ലെഗ്. എൻ്റെ കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. ഹേർട്ട് എന്നാൽ പരിക്കേറ്റു. ഐ കുഡ് നോട്ട് വോക്ക് ഹോം. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല. ഐ കുഡ് നോട്ട് വോക്ക് ഹോം വീട്ടിലേക്ക് നടന്നു പോകാൻ എനിക്ക് സാധിച്ചില്ല. ഐ ഫെൽറ്റ് സ്കേർഡ് ആൻഡ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്. സ്കെയർ എന്നാൽ ഭയപ്പെടുക. ഐ ഫെൽറ്റ് സ്കേർഡ് ആൻഡ് അലോൺ. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി. സ്കെയർഡ് ആൻഡ് അലോൺ എനിക്ക് പേടിയും ഏകാന്തതയും അനുഭവപ്പെട്ടു. അലോൺ എന്നാൽ ഏകാന്തത. സ്കേർഡ് എന്നാൽ ഭയപ്പെട്ടു. ഫെൽറ്റ് എന്നാൽ തോന്നി. ഐ കോൾഡ് ഞാൻ വിളിച്ചു. ഐ കോൾഡ് ദ യങ് മാൻ. ഞാൻ ആ യുവാവിനെ വിളിച്ചു. ഹീ കെയിം ക്വിക്ക്ലി. അദ്ദേഹം പെട്ടെന്ന് വന്നു. ഹീ കെയിം എന്നാൽ അദ്ദേഹം വന്നു. ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന്. അദ്ദേഹം പെട്ടെന്ന് വന്നു. ആൻഡ് ഹെൽപ്ഡ് മീ പെട്ടെന്ന് വന്ന് എന്നെ സഹായിച്ചു. ഹീ ക്യാരിഡ് മീ ഹോം. അദ്ദേഹം എന്നെ ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ക്യാരിഡ് എന്നാൽ ചുമന്നു. ഹി ബ്രോട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ഹി ബ്രോട്ട് ഫുഡ് ആൻഡ് മെഡിസിൻ. അദ്ദേഹം മരുന്നും ഭക്ഷണവും കൊണ്ടുവന്നു. ആൻഡ് എവറി ഡേ എല്ലാ ദിവസവും. ഹി വിസിറ്റഡ് അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ ഐ ഗോട്ട് ബെറ്റർ എനിക്ക് സുഖപ്പെടുന്നതുവരെ എല്ലാ ദിവസവും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഐ ഫെൽറ്റ് സോ താങ്ക്ഫുൾ എനിക്ക് നന്ദി തോന്നി. എനിക്ക് അദ്ദേഹത്തോട് വളരെ അധികം നന്ദി തോന്നി. മൈ ഹാർട്ട് വാസ് ഫുൾ ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്നാൽ പ്രതീക്ഷ. എൻ്റെ മനസ്സിൽ നിറയെ പ്രതീക്ഷയായിരുന്നു. അറ്റ് ഹോം വീട്ടിൽ. മൈ ഫാദർ ഫൈനലി നോട്ടീസ്ഡ് ഹൗ ഹാർഡ് ഐ വർക്ക്ഡ്. അറ്റ് ഹോം വീട്ടിൽ. മൈ ഫാദർ എൻ്റെ അച്ഛൻ. ഫൈനലി അവസാനം. ഫൈനലി നോട്ടീസ്ഡ് അവസാനം മനസ്സിലാക്കി, ശ്രദ്ധിച്ചു. ഹൗ ഹാർഡ് ഐ വർക്ക്ഡ് ഞാൻ എത്രമാത്രം കഠിനമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് അവസാനം എൻ്റെ അച്ഛൻ ശ്രദ്ധിച്ചു, അച്ഛൻ മനസ്സിലാക്കി. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ജെനി ഐ എം പ്രൗഡ് ഓഫ് യു ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. യു ആർ ബ്രേവ് നീ ധൈര്യമുള്ളവളാണ്. നീ ധീരവനിതയാണ്. കൈൻഡ് ആൻഡ് സ്ട്രോങ് നീ ധൈര്യശാലിയും ദയയുള്ളവളും ശക്തിയുള്ളവളുമാണ്. യു ആർ ബ്രേവ്, കൈൻഡ് ആൻഡ് സ്ട്രോങ്. ഐ സ്മൈൽഡ് ഞാൻ പുഞ്ചിരിച്ചു. ഐ സ്മൈൽഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ഇൻസൈഡ് എൻ്റെ മനസ്സിനുള്ളിൽ സന്തോഷം തോന്നി. ഇൻസൈഡ് എന്നാൽ മനസ്സിനുള്ളിൽ. ഐ ഫെൽറ്റ് എന്നാൽ എനിക്ക് തോന്നി. ഐ സ്മൈൽഡ് ആൻഡ് ഫെൽറ്റ് ഹാപ്പി ഇൻസൈഡ് ഞാൻ പുഞ്ചിരിച്ചു, എൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു. മീൻ വൈൽ അതേസമയം. മൈ സ്റ്റെപ്പ് സിസ്റ്റർ ആൻഡ് സ്റ്റെപ്പ് മദർ അതേസമയം എൻ്റെ രണ്ടാനമ്മയുടെ മകളും. ട്രൈഡ് ശ്രമിച്ചു. ട്രൈഡ് ടു മേക്ക് ലൈഫ് ഡിഫിക്കൽട്ട്. ട്രൈഡ് എന്നാൽ ശ്രമിച്ചു. മേക്ക് ലൈഫ് ഡിഫിക്കൽട്ട് എന്നാൽ ജീവിതം ബുദ്ധിമുട്ടാക്കുക. അതിനിടെ എൻ്റെ രണ്ടാനമ്മയുടെ രണ്ടാനമ്മയും എൻ്റെ ജീവിതം ബുദ്ധിമുട്ടാക്കാൻ ശ്രമിച്ചു. ടു മേക്ക് എന്നാൽ ആക്കി മാറ്റാൻ. ട്രൈഡ് എന്നാൽ ശ്രമിച്ചു. ഡിഫിക്കൽട്ട് എന്നാൽ ബുദ്ധിമുട്ട്. ദേ ഇഗ്നോർഡ് മീ അവർ എന്നെ അവഗണിച്ചു. ആൻസേർഡ് അവർ എന്നെ അവഗണിക്കുകയും അവർ പറയുകയും ചെയ്തു. ബാഡ് തിങ്സ് മോശം കാര്യങ്ങൾ. എബൌട്ട് മീ എന്നെക്കുറിച്ച്. ടു അതേഴ്സ് മറ്റുള്ളവരോട്. അവർ എന്നെ അവഗണിക്കുകയും അവർ മറ്റുള്ളവരോട് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പക്ഷേ ഐ ഡിഡ് നോട്ട് കെയർ ഞാൻ അത് ഗൗനിച്ചില്ല. ഐ ഫോക്കസ്ഡ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓൺ മൈ വർക്ക് ആൻഡ് സ്റ്റഡീസ് ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ എൻ്റെ ജോലിയിലും എൻ്റെ പഠനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദ യങ് മാൻ ആ യുവാവ്. ദ യങ് മാൻ ആൻഡ് ഐ ആ യുവാവ് ഞാനും. ബിക്കെയിം ആയി തീർന്നു. ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി തീർന്നു.
വി സ്പെൻഡ് ഞങ്ങൾ ചിലവഴിച്ചു. വി സ്പെൻഡ് ടൈം ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഞങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിച്ചു. ടോക്കിംഗ് സംസാരിച്ചു കൊണ്ട്. ലാഫിംഗ് ചിരിച്ചുകൊണ്ട്. ആൻഡ് ഹെൽപ്പിംഗ് ഈച്ച് അതർ പരസ്പരം സഹായിച്ചുകൊണ്ടും. ഈച്ച് അതർ എന്നാൽ പരസ്പരം. പരസ്പരം സഹായിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഞങ്ങൾ ഒരുമിച്ച് സമയം ചിലവഴിച്ചു. സ്പെൻഡ് എന്നാൽ ചിലവഴിച്ചു. ടുഗദർ എന്നാൽ ഒരുമിച്ച്. ഐ റിയലൈസ്ഡ് എനിക്ക് ബോധ്യമായി, എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞു. ഇതൊക്കെയാണ് അർത്ഥം. ഐ ലവ്ഡ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി, എനിക്കത് ബോധ്യമായി. ഹി കെയർഡ് ഫോർ മീ മോർ ദാൻ എനിവൺ എൽസ്. മോർ ദാൻ എനിവൺ എൽസ് എന്നാൽ മറ്റു ആരെക്കാട്ടിലും ഉപരി എന്നുള്ള അർത്ഥമാണ്. എൽസ് എന്നാൽ മറ്റു. മോർ ദാൻ എനിവൺ എൽസ് മറ്റാരെക്കാളും കൂടുതൽ. കെയർഡ് ഫോർ മീ എന്നാൽ എന്നെ പരിപാലിച്ചു. മറ്റാരെക്കാളും കൂടുതൽ അദ്ദേഹം എന്നെ പരിപാലിച്ചിരുന്നു. ഹി നോട്ടീസ്ഡ് അദ്ദേഹം ശ്രദ്ധിച്ചു. മൈ എഫേർട്സ് എൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. മൈ കൈൻഡ്നെസ് എൻ്റെ ദയാലുത്വം. മൈ ഹാർട്ട് എന്നാൽ എൻ്റെ നല്ല മനസ്സ് എന്നുള്ള അർത്ഥമാണ്. എഫേർട്സ് എന്നാൽ പരിശ്രമങ്ങൾ. കൈൻഡ്നെസ് എന്നാൽ ദയ, സ്നേഹം എന്നുള്ള അർത്ഥമാണ്. എൻ്റെ പരിശ്രമങ്ങളും എൻ്റെ നല്ല മനസ്സും അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൺ ഡേ ഒരു ദിവസം. മൈ ഫാദർ ഓർഗനൈസ്ഡ്. ഓർഗനൈസ് എന്നാൽ സംഘടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. വൺ ഡേ ഒരു ദിവസം. മൈ ഫാദർ ഓർഗനൈസ്ഡ് എ സ്മോൾ ഫാമിലി ഗ്യാതറിംഗ്. ഗ്യാതറിംഗ് എന്നാൽ സംഘം, സദസ്സ്, മറ്റൊരർത്ഥം സമ്മേളനം, ജനക്കൂട്ടം. ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ഫാമിലി ഗ്യാതറിംഗ് എന്നതിനർത്ഥം കുടുംബ സംഗമം എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ഒരു ചെറിയ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മൈ സ്റ്റെപ്പ് മദർ എൻ്റെ രണ്ടാനമ്മ ട്രൈഡ് ടു മേക്ക് അന ലുക്ക് പെർഫെക്റ്റ് ആൻഡ് മീ ലുക്ക് സ്മോൾ. മേക്ക് അന ലുക്ക് പെർഫെക്റ്റ് എന്നാൽ അനയെ തികഞ്ഞവളായി കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. മേക്ക് മീ ലുക്ക് സ്മോൾ എന്നാൽ എന്നെ ചെറുതായി, എന്നെ വില കുറഞ്ഞവളായി കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. മേക്ക് മീ ലുക്ക് സ്മോൾ എന്നെ വില കുറഞ്ഞവളായി കാണിക്കുക. ഇവിടെ ലുക്ക് സ്മോൾ എന്നതിനർത്ഥം എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കഴിവ് കുറഞ്ഞവളായോ പ്രാധാന്യമില്ലാത്തവളായോ തോന്നിക്കുക. ഇതാണ് അർത്ഥം. എൻ്റെ രണ്ടാനമ്മ അനയെയെല്ലാം തികഞ്ഞവളായി കാണിക്കാനും എന്നെ ചെറുതായി കാണിക്കാനും ശ്രമിച്ചു. ട്രൈഡ് എന്നാൽ ശ്രമിച്ചു. ബട്ട് പക്ഷേ വെൻ ദ യങ് മാൻ അറൈവ്ഡ് ആ യുവാവ് എത്തിയ സമയത്ത് ഹി ഓൺലി സ്മൈൽഡ് അറ്റ് മീ അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു, ജെനി ഐ വാണ്ട് ടു ബി വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ലൈക്ക് യു ഫോർ ഹൂ യു ആർ ഇതിനർത്ഥം നീ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിനെ എന്നുള്ള അർത്ഥമാണ്. നിന്റെ രൂപം, പണം, കഴിവ്, മറ്റുള്ളവരുടെ അഭിപ്രായം എന്നിവ നോക്കിയല്ല, നീ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതുകൊണ്ടാണ് എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്നത്. ഐ ലൈക്ക് യു ഫോർ ഹൂ യു ആർ നീ എങ്ങനെയാണോ അങ്ങനെയുള്ള നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഐ ഫെൽറ്റ് ഹാപ്പിനെസ് എനിക്ക് സന്തോഷം തോന്നി. ഐ ഹാഡ് നെവർ ഫെൽറ്റ് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് നെവർ ഫെൽറ്റ് ബിഫോർ. ഐ ഫെൽറ്റ് ഹാപ്പിനെസ് എന്നാൽ എനിക്ക് സന്തോഷം തോന്നി. ഐ ഹാഡ് നെവർ ഫെൽറ്റ് ബിഫോർ എനിക്ക് മുമ്പ് ഒരിക്കലും തോന്നിയിട്ടില്ലാത്ത, ഞാൻ മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത. ഇതൊക്കെയാണ് അർത്ഥം. ജീവിതത്തിൽ ഇതുവരെ ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്തത്ര വലിയ സന്തോഷം എനിക്ക് തോന്നി. മൈ ഫാദർ സ്മൈൽഡ് എൻ്റെ അച്ഛൻ പുഞ്ചിരിച്ചു. ജെനി യു ഡിസേർവ് ഓൾ ദ ഗുഡ് തിങ്സ് ഇൻ ലൈഫ്. ഡിസേർവ് എന്നാൽ അർഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കാൻ നീ അർഹതയുള്ളവളാണ്. യു ഡിസേർവ് എന്നാൽ നീ അർഹിക്കുന്നു, നിനക്ക് ലഭിക്കേണ്ടതാണ്. ഓൾ ദ ഗുഡ് തിങ്സ് എല്ലാ നല്ല കാര്യങ്ങളും ഇൻ ലൈഫ് ജീവിതത്തിൽ. ഹി സെഡ് ഫൈനലി അവസാനം അദ്ദേഹം പറഞ്ഞു. ആഫ്റ്റർ മെനി മന്ത്സ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ദ യങ് മാൻ ആസ്ക്ഡ് മീ ടു മാരി ഹിം. ആസ്ക്ഡ് മീ എന്നാൽ ഇവിടെ എന്നോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ എന്നോട് ചോദിച്ചു. ഇതൊക്കെയാണ് അർത്ഥം. ടു മാരി ഹിം അദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ. ആ യുവാവ് അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഐ സെഡ് യെസ് ഞാൻ പറഞ്ഞു അതെ. വി ഹാഡ് എ സ്മോൾ ബ്യൂട്ടിഫുൾ വെഡിങ് ഞങ്ങൾക്ക് മനോഹരമായ ഒരു ചെറിയ വിവാഹ ചടങ്ങ് ഉണ്ടായിരുന്നു. മൈ ഫാദർ വാസ് ദർ എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. പ്രൗഡ് ആൻഡ് ഹാപ്പി
സന്തോഷവാനായിക്കൊണ്ടും അഭിമാനിച്ചുകൊണ്ടും എൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. മൈ സ്റ്റെപ്പ് സിസ്റ്റർ ആൻഡ് സ്റ്റെപ്പ് മദർ വെർ ക്വയറ്റ്. എൻ്റെ രണ്ടാനമ്മയുടെ മകളും മൗനത്തിലായിരുന്നു. അവൾ നിശബ്ദരായിരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് മൈൻഡ്. പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞാൻ അത് കാര്യമാക്കിയില്ല. നൗ ഐ ആം ഹാപ്പി. ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ്. ഐ ഹാവ് എ ലവിങ് ഹസ്ബൻഡ്. എനിക്കു സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. എ കെയറിങ് ഫാദർ. ഒരു ശ്രദ്ധിക്കുന്ന പരിചരിക്കുന്ന ഒരു അച്ഛൻ എനിക്കുണ്ട്. ആൻഡ് ഐ ആം റെസ്പെക്റ്റഡ് ഫോർ ഹൂ ഐ ആം. ഫോർ ഹൂം ഐ ആം എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിനെ എന്നുള്ള അർത്ഥമാണ്. ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണോ അങ്ങനെയുള്ള എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നു. ഐ ആം റെസ്പെക്റ്റഡ്. എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ ബഹുമാനിക്കപ്പെടുന്നു. ഫോർ ഹൂ ഐ ആം. ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അതിന്. എൻ്റെ പണം, രൂപം, ജോലി, കഴിവ് തുടങ്ങിയ കാരണങ്ങളല്ല, അതുകൊണ്ടല്ല, എൻ്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും അംഗീകരിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കുന്നത്. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ഈസി. ജീവിതം എപ്പോഴും എളുപ്പമല്ല. ബട്ട് ഐ നോ. എന്നാൽ എനിക്കറിയാം ദാറ്റ് ബീയിങ് കൈൻഡ്, ബ്രേവ് ആൻഡ് പേഷ്യൻറ്റ് ക്യാൻ ചേഞ്ച് എവറിത്തിങ്. ബീയിങ് കൈൻഡ് എന്നാൽ ദയയുള്ളവളായിരിക്കുക, ബ്രേവ് എന്നാൽ ധൈര്യശാലിയായ, പേഷ്യൻ്റ് എന്നാൽ ക്ഷമയുള്ള, ക്യാൻ ചേഞ്ച് എവറിത്തിങ് എന്നാൽ എല്ലാം മാറ്റാൻ സാധിക്കും. ബട്ട് ഐ നോ ദാറ്റ്. പക്ഷെ അത് എനിക്കറിയാം. ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് ഈസി. ജീവിതം എല്ലായ്പ്പോഴും എളുപ്പമല്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ദയ, ധൈര്യം, ക്ഷമ എന്നിവയോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഐ ലേൺ ദാറ്റ് ട്രൂ ലവ് ആൻഡ് ഹാപ്പിനെസ് കം ടു ദോസ് ഹൂ നെവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങുക. നെവർ ഗിവ് അപ്പ് എന്നാൽ കീഴടങ്ങാതിരിക്കുക, ഒരിക്കലും കീഴടങ്ങാതിരിക്കുക. ഹൂ നെവർ ഗിവ് അപ്പ്, ഒരിക്കലും കീഴടങ്ങാത്ത ആളുകൾക്ക്. ഹാപ്പിനെസ് എന്നാൽ സന്തോഷം. ട്രൂ ലവ് എന്നാൽ ശരിക്കുള്ള സ്നേഹം. ഈവൻ വെൻ എന്നാൽ ആ സമയത്ത് പോലും. ലൈഫ് ഈസ് അൺഫെയർ. അൺഫെയർ എന്നാൽ ന്യായരഹിതമായ, അനീതിയായ, നീതിയുക്തമല്ലാത്ത, ഇതൊക്കെയാണ് അർത്ഥം. ഐ ലേൺഡ് ദാറ്റ് എന്നാൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ചു. ട്രൂ ലവ് ആൻഡ് ഹാപ്പിനെസ് യഥാർത്ഥ സ്നേഹവും സന്തോഷവും. കം ടു ദോസ് അത്തരക്കാരുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഹൂ നെവർ ഗിവ് അപ്പ് എന്നാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്തവർ. ഈവൻ വെൻ ലൈഫ് ഈസ് അൺഫെയർ എന്നാൽ ജീവിതം അന്യായമായി തോന്നുമ്പോൾ പോലും. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും അനീതികളും ഉണ്ടായാലും, അതൊക്കെ നേരിടേണ്ടി വന്നാലും, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുന്നവർക്ക് ഒടുവിൽ യഥാർത്ഥ സ്നേഹവും സന്തോഷവും ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി.